ഹലോ അശ്വതി. ആ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇല്ല, വരാൻ കുറച്ചുകൂടെ കഴിയും. ഒരു ക്ലയൻറ്റിനെ കാണണം. ഏയ്, അത് പറയാൻ പറ്റില്ല. അത്രേ ഉള്ളോ? നീ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യ്. വരുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കോളാം. അത് സാരമില്ലെന്നേ. ശരി, ഓക്കെ. ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. മുരളിയങ്ങളാണല്ലോ വിളിക്കുന്നത്. താനെന്താ ലേറ്റ് ആവുന്നെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണോ? അതിന് ഞാൻ ഡോക്ടറുടെ കൂടെ ഉണ്ടെന്ന് അച്ഛൻ അറിയില്ലല്ലോ. ഹലോ അങ്കിൾ. ഹലോ ജോബിൻ. ഇപ്പം എവിടെയാ? ഹോസ്പിറ്റലാണോ? അല്ലങ്കിൾ, ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ ടൗണിലുണ്ട്. ചെറിയൊരു ഷോപ്പിംഗ്. അങ്കിൾ എന്താ വിളിച്ചത്? ഹേയ്, ഞാൻ വെറുതെ വിളിച്ചെന്നുള്ളൂ ജോബ്. 2-3 ദിവസമായിട്ട് തന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. 2-3 ദിവസം ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു അങ്കിൾ. ഇന്ന് അല്പം ഫ്രീ ആയത്. ആ അങ്കിൾ, മാളവിക ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അതെയോ? അതെങ്ങനെ? ജോബിനെ അവളെ വഴി വെച്ച് കണ്ടോ? ഏയ് അല്ല അങ്കിൾ, എനിക്ക് മാളവികയുടെ ഒരു സഹായം വേണമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണമായിരുന്നു. ആള് മാളവികയുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കക്ഷിയാണ്. ആ കുട്ടിക്ക് ഇണങ്ങുന്നൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഞാൻ മാളവികയെ ഒപ്പം കൂട്ടിയതാണ്. അങ്ങനെയാവുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാമല്ലോ. അതാ ഞാൻ മാളവികയും കൂട്ടിയതാ. ഓ, അത് ശരി. അങ്കിളിനോടും ആൻറ്റിയോടും പെർമിഷൻ ചോദിക്കാതെ ഞാൻ മാളവികയെ ഒപ്പം കൂട്ടിയതിന് എന്നോട് പരിഭവമൊന്നുമില്ലല്ലോ. ഹേയ്, നെവർ. എന്തെങ്കിലും ജെന്യുവനായ കാര്യത്തിന് ജോബിൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. മാളവിക എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഫോൺ കൊടുക്കണോ അങ്കിൾ? ഏയ് വേണ്ട ജോബിൻ, നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. ഞാനും അല്പം ബിസിയാണ്. നിങ്ങൾ ലേറ്റ് ആവില്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ മാളവികയെ വീട്ടിൽ വിട്ടിട്ടേ പോകൂ. ഓക്കെ, ശരി ജോബിൻ. ഇനി വീട്ടിൽ പറയാതെ എൻ്റെ ഒപ്പം വരുന്നതിന് തനിക്ക് ടെൻഷനൊന്നും വേണ്ടല്ലോ. അല്ലെങ്കിലും ഡോക്ടറിന്റെ കൂടെയാണ് വന്നതെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയും വഴക്കൊന്നും പറയില്ല. ഓഹോ, എന്താ എന്നെ അത്രയ്ക്ക് വിശ്വാസം? ഡോക്ടറിനേക്കാളും വിശ്വാസം ഡോക്ടറിന്റെ മമ്മിയെ. ഡേസി ആന്റിയെ പോലെ നന്മയുള്ളൊരമ്മയുടെ മകനിൽ നിന്നും മോശമായതൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്ക് നല്ല ഉറപ്പുണ്ട്. അത് ശരി. അപ്പൊ അതിന്റെ ക്രെഡിറ്റും ഡേസി ടീച്ചർക്കാണല്ലേ? ഇത് ശരിയാവില്ല. താമ